ലൈഫിൽ ഒരു സുഖമില്ലാന്ന് തോന്നുമ്പോൾ ഞാൻ ഒരാളെ കാണാൻ പൂട്ടാ. ആ പോണ പോക്കാണിത്. പോണ വഴിക്ക് ഞാൻ ഒരാളെ കണ്ടു. ഇവൻ്റെ കൂടെ നടന്നു പോവാന്ന് വെച്ചപ്പോൾ അവനവിടെ നിന്നു. പിന്നെ ഞാൻ അങ്ങോട്ട് നടന്നു. അതേട്ടാ, തിരുവമ്പാടി കണ്ണനെ കാണാനാ വന്നേ ഞാൻ. വിഷമമൊക്കെ പറയാനാ വന്നേ. പക്ഷെ കാണുമ്പോൾ ഒട്ടും പറയാനും തോന്നില്ല. സപ്താഹം നടക്കുന്നുണ്ട് ഇവിടെ. കുറച്ചേരം അത് കേട്ടു. എനിക്ക് നല്ല ഇഷ്ടമായി അതൊക്കെ കേൾക്കാൻ. പ്രദർശനം വയ്ക്കുമ്പോൾ ദാണ്ട്രാ വഴിയിൽ കണ്ടപ്പോൾ മുട്ടുകനായിട്ട് നിൽക്കണു. തൃശ്ശൂക്കാരെ സംബന്ധിച്ച് ആനൊരു വീക്ക്നെസ് ആട്ടാ. അങ്ങനെ ചന്ദനവും വെച്ചു. ഇവിടെ ഒരു കല്യാണം ഉണ്ട് കേട്ടാ. പെണ്ണു ഒരുങ്ങി സുന്ദരിയായിട്ടുണ്ട്. അത് നോക്കി തിരിച്ചു നടന്നു. വേറെ എവിടേക്കല്ല, ജോലിക്കാ. 10 മണിക്ക് എത്തേണ്ട ഞാൻ എത്തിയത് 10:20. വീട്ടിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു തന്നെ. 17 വയസ്സിൽ ഞാൻ ജോലിക്ക് ഇറങ്ങിയിട്ടാ, ഒരു 1 ഗ്രാം ഗോൾഡ് പ്ലേറ്റിംഗ് ഷോപ്പിലേക്ക്. പക്ഷേ എന്നെ സംബന്ധിച്ച് അവിടെ നിൽക്കാൻ എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായില്ല. കുറച്ച് എക്സ്പീരിയൻസ് ആയപ്പോൾ ഞാൻ അവിടെ നിന്ന് പോന്നു. എൻ്റെ അഭിപ്രായത്തിൽ ആ സ്ട്രിക്ട്നെസ് ഒന്നും എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഡിഗ്രിക്ക് ചേർന്നു കേട്ടാ. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്ത്യയിലെ വാക്കൻസി കണ്ടിട്ടാ ഞാൻ ഈ സ്വർഗത്തിലേക്ക് എത്തിയത്. സ്വർഗം എന്ന് പറയണം, ഓഫീസ് കാണാം വീട് പോലെ കേട്ടാ. ശരിക്കും അത് വീട് തന്നെയാണ്. അവിടെ ഉള്ളവരൊക്കെ ഫാമിലിയും. വെറും ഒരു ടെലികോളിംഗ് പോസ്റ്റിൽ വന്ന ഞാൻ അവിടെ വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റും പഠിക്കുന്നുണ്ട് കേട്ടാ. അതും ഫ്രീ ആയിട്ട്. ചെറിയൊരു സ്ഥാപനമാണെങ്കിലും കിട്ടുന്ന സന്തോഷം വളരെ വലുതാണ്. മുമ്പൊക്കെ ഞാൻ ഈ റീലൊക്കെ ചെയ്യായിരുന്നു. പിന്നെ എപ്പോഴോ അതൊന്നും വേണ്ട, പ്രൈവറ്റ് ലൈഫാണ് നല്ലത് എന്നൊക്കെ തോന്നി തുടങ്ങി. സ്വന്തമായിട്ട് തോന്നിയതൊന്നല്ല, ഓരോരുത്തരെ വാക്ക് കേട്ട് തോന്നിയതാ. ഇപ്പം എന്തോ എനിക്ക് ആ പഴയ ഞാനാവാനൊരു തോന്നലേ. ഇതൊന്നും മാറുന്നില്ല കേട്ടാ എന്നാണ് എൻ്റെ വിശ്വാസം. ഒറ്റ ലൈഫല്ലേ ഉള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള പോലെ നമ്മൾ ജീവിച്ചില്ലെങ്കിൽ പിന്നെ ആര് ജീവിക്കാനാടോ. അപ്പോൾ ശരി, പിന്നെ കാണാം കേട്ടോ. ബൈ ബൈ.